വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ചേലിക്കര പുലാക്കോട് ചൊവ്വാക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുപാന താലപ്പൊലി മഹോത്സവം സമാപിച്ചു. താലപ്പൊലിയുടെ സമാപന ദിനത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പാനച്ചാട്ടം, തായമ്പക, പഞ്ചവാദ്യം, പാലക്കൊമ്പ് തകർത്ത് എഴുന്നള്ളിപ്പ് എന്നിങ്ങനെ വിവിധ ചടങ്ങുകളും ആഘോഷ പരിപാടികളും നടന്നു. ഒരാൾക്ക് ശല്യം കുട്ടികൾ കുഴപ്പമില്ല. കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് പാനച്ചടങ്ങുകൾ പറഞ്ഞാൽ ഒരു കാര്യമായിട്ടുള്ള കുറേ ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പാനച്ചാട്ടം കഴിഞ്ഞ് അവിടെ
കഴിഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഇവിടെ പഞ്ചവാദ്യം, തായമ്പക ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് അവിടുന്ന് പാനപ്പന്തൽ പൊളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരും. ഒന്നാം കൂത്ത് കൂറയിട്ടതിന് ശേഷം, ഒന്നാം കൂത്ത് വന്നിട്ട് 30-ാം തീയതി ആയിരുന്നു. അത് കൂറയിടൽ കഴിഞ്ഞ് അന്ന് കൂത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാം കൂത്തിന് വിവിധ കലാപരിപാടികളോടുകൂടി ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൂത്ത് തായമ്പക ഉണ്ടായിരുന്നു. തായമ്പക കഴിഞ്ഞ് കൂത്ത് മൂന്നാം കൂത്തിനും അതുമാതിരി രാത്രി വിവിധ കലാപരിപാടികളോടുകൂടി നടന്നു. നാലാം കൂത്തും സെയിം അതേമാതിരി 4 നല്ല കലാപരിപാടികളോടുകൂടി അവസാനിപ്പിച്ചു. ഓട്ടംതുള്ളലും എല്ലാ പരിപാടികളോടുകൂടി അവസാനിപ്പിച്ചു. അഞ്ചാം കൂത്തിനും സെയിം കലാപരിപാടികളും ചാക്യാർ കൂത്ത് മറ്റുള്ള പരിപാടികൾ. ആറാം കൂത്തിന് നമ്മുടെ ദേശത്തെ എല്ലാവിധ തിരുവാതിരകളികൾ അതുമാതിരിയുള്ള എല്ലാ പരിപാടികളോടുകൂടി ഭംഗിയായി അത് നടന്നു. ഇന്ന് ഏഴാം കൂത്ത് വന്നിട്ട് ഇവിടെ കാലത്ത് അമ്പലത്തിൽ ദീപാരാധന കാലത്ത് പൂജകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഗംഭീര അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം കഴിഞ്ഞതിന് ശേഷം 5 മണിക്ക് പഞ്ചവാദ്യം, 2.5 മണിക്കൂർ നേരത്തെ പഞ്ചവാദ്യം കഴിഞ്ഞു. പഞ്ചവാദ്യം കഴിഞ്ഞതിന് തായമ്പക കഴിഞ്ഞതിന് ശേഷം 9 മണിക്ക് ബാലയാണ്. ബാല കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഉണ്ണിയാലിൽ നിന്നും ഗംഭീര മേളത്തോടുകൂടി താലപ്പൊലിയോടുകൂടി വന്ന് ഭഗവതിയുടെ മുന്നിൽ താലപ്പൊലി സമർപ്പിക്കുകയും തിരിച്ച് ഏഴാംകൂത്ത് ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ കൂത്തിൻ്റെ ഒരു പരിപാടി ചടങ്ങ്. ഈ കൂത്ത് കൂറയിടുന്നത് അന്തിമകാളങ്കാവ് വേല കഴിഞ്ഞതിൻ്റെ അടുത്ത ശനിയാഴ്ച കൂത്ത് കൂറയിടുകയും അന്ന് തൊട്ടിട്ട് തന്നെ പരിപാടികൾ തുടങ്ങി 7 ദിവസത്തെ പരിപാടികളോടുകൂടി ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കുന്നതാണ്.